കഴിഞ്ഞ 6 മാസത്തെ ഒരു കാലമെടുത്ത് പരിശോധിച്ചാൽ എത്ര തവണയാണ് നരേന്ദ്രമോദിയെ ശശി തരൂർ പ്രകീർത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശശി തരൂർ പറഞ്ഞത് ജമ്മു കാശ്മീരിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ശക്തമായി നേരിട്ടത്, അടിച്ചമർത്തിയത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ് എന്നതാണ്. അപ്പോൾ അതിനു മുൻപ് അങ്ങനെയൊരു നീക്കം കോൺഗ്രസിന്റെ സർക്കാരുകളൊന്നും ചെയ്തിട്ടില്ല എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നു. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നരേന്ദ്രമോദിക്ക് ഇത്രയും നല്ലൊരു PROനെ കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയും ഭംഗിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂരിനെ ശശി തരൂർ വിവരിച്ചത്, വിശേഷിപ്പിച്ചത്, പ്രചരിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ച വെടിനിർത്തലിൽ അമേരിക്കയുടെ മധ്യസ്ഥതയുണ്ടായി എന്ന വിമർശനങ്ങൾ വന്നപ്പോൾ ആ വിമർശനം രാഹുൽ ഗാന്ധി ഉയർത്തിയപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ശശി തരൂരായിരുന്നു. അപ്പോൾ ആ നിലയിലേക്ക് ശശി തരൂരിന്റെ മാറ്റങ്ങൾ വരികയാണ്. ഇപ്പോൾ നേതൃത്വത്തിലെ ചിലരുമായി തനിക്ക് അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് ശശി തരൂർ തുറന്നു പറയുന്നു. ഇപ്പോൾ ശശി തരൂർ വിദേശയാത്രയിലേക്ക് പോയിരിക്കുന്നു. ആ വിദേശയാത്ര ഔദ്യോഗിക യാത്രയാണ് എന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി സർവകക്ഷി സംഘം വിദേശത്തൊക്കെ തന്നെ പോയി തിരിച്ചെത്തി പ്രധാനമന്ത്രിയുടെ വസതിയിൽ എല്ലാവർക്കും വിരുന്ന് നൽകിയ സർവകക്ഷി സംഘത്തെയൊക്കെ തന്നെ പിരിച്ചുവിട്ടതാണ്. പിന്നെ എന്തിന് ശശി തരൂർ വിദേശത്തേക്ക് പോയി എന്നത് വലിയൊരു ചോദ്യമാണ്.